ചരിത്രത്തിൽ ആദ്യമായി ഒരു അമേരിക്കക്കാരൻ കത്തോലിക്ക സഭയുടെ തലപ്പത്ത് എത്തിയിരിക്കുകയാണ് പോപ്പ് ലിയോ 14. പക്ഷേ തന്റെ സ്വന്തം രാജ്യമായ അമേരിക്കയുടെ 250-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ക്ഷണം അദ്ദേഹം നിരസിച്ചിരിക്കുന്നു. ഇതിനെല്ലാമിടയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. സഭ അമേരിക്കയുടെ പക്ഷം ചേരണമെന്നും US സൈനിക ശക്തിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും പെന്റഗൺ വത്തിക്കാൻ പ്രതിനിധിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്രേ. എന്താണ് ഈ ഒരു പെന്റഗൺ വേഴ്സസ് പോപ്പ് തർക്കത്തിന് പിന്നിൽ? എന്തുകൊണ്ടാണ് അമേരിക്കൻ വംശജനായ പോപ്പ് ട്രംപ് ഭരണകൂടത്തെ ഇത്രയധികം അകറ്റി നിർത്തുന്നത്? പരിശോധിക്കാം. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഒരു രഹസ്യ മീറ്റിംഗിനെ കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. വത്തിക്കാൻ അംബാസഡറായ കർദിനാൾ ക്രിസ്റ്റോഫ് പിയറിയെ പെന്റഗൺ വിളിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ ഡോൺറോ ഡോക്ട്രിനെ, അതായത് ട്രംപിന്റെ പുതിയ വിദേശ നയത്തെ, ഇതിനെ പോപ്പ് വിമർശിച്ചതാണ് പെന്റഗണിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ലോകത്ത് എന്തും ചെയ്യാനുള്ള സൈനിക കരുത്തുണ്ട്. സഭ ഞങ്ങളുടെ പക്ഷം ചേരുന്നതാണ് നല്ലത് എന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ കർദിനാളിനോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇംപ്ലിസിറ്റ് ത്രെറ്റ് ആണ്, അതായത് പരോക്ഷമായ ഭീഷണിയായിട്ടാണ് വത്തിക്കാൻ കാണുന്നത്. പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയായി വന്ന ലിയോ 14 ഷിക്കാഗോയിൽ ജനിച്ച വ്യക്തിയാണ്. ഒരു സൂപ്പർ പവർ രാജ്യത്തു നിന്നുള്ള മാർപ്പാപ്പ സഭയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹം ട്രംപിന്റെ നാഷണലിസം പോളിസിയുടെ കടുത്ത വിമർശകനായി മാറി. യുദ്ധക്കൊതിയും കുടിയേറ്റക്കാരോടുള്ള മോശം പെരുമാറ്റവും സഭയ്ക്ക് അംഗീകരിക്കാനാവില്ലെന്ന് പോപ്പ് ആവർത്തിക്കുന്നു. ഇതുകൊണ്ടാണ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന അത്രയും കാലം താൻ അമേരിക്ക സന്ദർശിക്കില്ലെന്ന് അദ്ദേഹം പരോക്ഷമായ നിലപാടെടുത്തത്. ഈ തർക്കത്തിന്റെ ഒരു വശത്ത് ചൈന തായ്വൻ വിഷയവുമുണ്ട്. അതായത് വത്തിക്കാൻ ഇന്നും തായ്വാനെ അംഗീകരിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ ചൈനയുമായിട്ട് ഒരു പാസ്റ്റൽ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ സഭ ശ്രമിക്കുന്നുമുണ്ട്. തായ്വാൻ വിഷയത്തിൽ ചൈനയെ പ്രകോപിപ്പിക്കാതെ അതേസമയം ജനാധിപത്യം സംരക്ഷിക്കണമെന്ന പോപ്പിന്റെ നിലപാട് ട്രംപ് ഭരണകൂടത്തിന് അത്ര താല്പര്യമില്ല. ചൈനയും തായ്വാനും തമ്മിലുള്ള ചരിത്രപരമായ തർക്കം നമ്മൾ പരിശോധിച്ചാൽ 1949 മുതൽ അവർ പിരിഞ്ഞു നിൽക്കുകയാണ്. ഈ മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ അത് വലിയൊരു യുദ്ധത്തിന് കാരണമാകുമെന്ന് പോപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനെയാണ് പെന്റഗൺ ആന്റി അമേരിക്കൻ നിലപാടായിട്ട് കാണുന്നത്. ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോപ്പിന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഇറ്റലിയും ഫ്രാൻസും വത്തിക്കാന്റെ നയതന്ത്ര സ്വാതന്ത്ര്യത്തെ മാനിക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ട്രംപ് അനുകൂലികൾ പറയുന്നത് പോപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നാണ്. റഷ്യയും ചൈനയും ഈ തർക്കത്തെ തങ്ങളുടെ പ്രചാരണ ആയുധമാക്കാൻ ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ വത്തിക്കാനും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം 2026 ഒരു കോൾഡ് വാർ ഘട്ടത്തിലാണ്. ഒരു അമേരിക്കൻ മാർപ്പാപ്പ സ്വന്തം നാടിനോട് പിണങ്ങി നിൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് കേവലം രണ്ട് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങളും അധികാര രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.